കിട്ടിയിട്ടുള്ള പാട്ടുമായി ഉമ്മുൽ മെഹബൂബ റൗണ്ടിലേക്ക് എത്തുന്നു നൂർഷ. ഇന്ന് ഞാൻ മേക്കപ്പ് റൂമിൽ നിൽക്കുന്ന സമയത്ത് നൂർഷയുടെ ഉമ്മ വന്ന് എന്നോട് പറഞ്ഞു, അതേ ആദ്യത്തെ പാട്ട് നൂർഷയുടേതാണ്. എനിക്ക് പ്രത്യേകിച്ചൊന്നും അതിൽ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ആ ഉമ്മയുടെ കെയർ ആണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. നൂർഷ, എല്ലാ പ്രാവശ്യവും ഉമ്മ ഇവിടെ നൂർഷയുടെ കൂടെ വരാറുണ്ട്, നമ്മളെ കാണാറുണ്ട്. നമുക്ക് വളരെ സുപരിചിതയായ ഒരു ഉമ്മയാണ്. പക്ഷേ ഉമ്മയുടെ പേര് നമുക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ. പേര് അറിയുമ്മ? റസിയ. നൂർഷ നല്ല കുട്ടിയാണോ? നല്ല കുട്ടിയാണ്. പെട്ടെന്നൊരു ദേഷ്യം വരുന്നൊരു കൂട്ടത്തിലാണ്, എങ്കിലും പെട്ടെന്ന് തണക്കും ചെയ്യും. ഉമ്മയോട് ദേഷ്യപ്പെടുക അല്ല, ഒരു നമ്മളെന്തേലും പറഞ്ഞാൽ പെട്ടെന്ന് ടെൻഷനാവും. എന്തിനാ നൂർഷ ദേഷ്യപ്പെടാറുള്ളത്? അങ്ങനല്ല, ഭക്ഷണത്തിനൊക്കെ പ്രശ്നമുണ്ടോ? ഭക്ഷണം കഴിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടാന്നറിയും. അതൊന്ന് വാരി കൊടുക്കുകയാണെന്ന് പെട്ടെന്ന് കഴിക്കും ചെയ്യും. എപ്പോഴും ഉമ്മ എന്തൊക്കെയാ പറയുന്നത്? ഇതൊക്കെ സത്യമാണോ? സത്യം തന്നെ. സത്യം തന്നെയാണ്. ഇനി നൂർഷയ്ക്ക് പറയാനുള്ളത്, ഉമ്മയോട് പറയാനുള്ളത് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. കൽബിൽ നിന്നും നൂർഷ ഉമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് നമുക്ക് കേൾക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ ഉമ്മാനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ സഹിക്കുന്നുണ്ട്. അത് എന്ത് കാര്യത്തിലായാലും. മൂത്ത കുട്ടിയായതുകൊണ്ട് കുറച്ച് കൂടുതൽ സ്നേഹവും കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ കുറച്ച് വാശിയും ദേഷ്യവും കുറച്ച് കൂടുതലാണ്. ഉമ്മ ആണെങ്കിൽ പാട്ടിൻ്റെ കാര്യത്തിലാണെങ്കിലും പിന്നെ പഠിത്തത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒരുപാട് സപ്പോർട്ടാണ്. മുസ്ലിം കുട്ടിയായതുകൊണ്ട് തന്നെ ഇങ്ങനെ കൂടുതൽ പഠിപ്പിക്കാനും അതുപോലെ തന്നെ പ്രോഗ്രാമിനാണെങ്കിലും എന്ത് പങ്കെടുക്കാനാണെങ്കിലും അവിടുന്ന് നാട്ടിൽ നിന്നാണെങ്കിലും വീട്ടിൽ നിന്ന് മാത്രമുള്ള സപ്പോർട്ട്. ബാക്കി നാട്ടിലുള്ളതും പിന്നെ കുടുംബക്കാരായാലും കുറച്ച് എതിർപ്പാണ് ഇതിലെല്ലാത്തിനും. അപ്പം അതിനൊക്കെ ഉമ്മ മാത്രം കുറച്ച് സപ്പോർട്ട് ചെയ്യുന്നത്. അതിൽ ഉമ്മാനോട് ഭയങ്കര നന്ദിയുണ്ട്. പഠിത്തത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ചെറുപ്പം മുതലേ കുറച്ച് അത്യാവശ്യം കഷ്ടപ്പാടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഫീസൊന്നും അടയ്ക്കാൻ പറ്റാതെ വന്നിട്ട് പുറത്തൊക്കെ TC വരെ തരാൻ വേണ്ടി നിന്ന് വെച്ച് ഉമ്മാനെ വീട്ടിൽ നിന്ന് വിളിച്ച് വരുത്തിയിട്ടാണ് സംസാരിച്ചത്. അന്ന് ഉമ്മ ഓഫീസിൽ വന്നിട്ട് ഭയങ്കര സീനൊക്കെ ആയി കരഞ്ഞു. അങ്ങനെ ഒരുവിധം അവരോട് കാല് പിടിച്ചിട്ടുണ്ടെന്ന്. അതിന് ശേഷമാണ് പിന്നെ കൺസെഷൻ ഒക്കെ തന്നതിന് ശേഷമാണ് പിന്നെയുള്ള പഠിത്തമൊക്കെ പൂർത്തിയായത്. അതൊക്കെ ആലോചിക്കുമ്പോൾ ഉമ്മാനോട് ഭയങ്കര സങ്കടവും സ്നേഹം തോന്നുന്നുണ്ട്. ഞാനാണെങ്കിൽ കുറച്ച് ദേഷ്യം കൂടുതലായതുകൊണ്ട് ഉമ്മാനോട് അധികം സ്നേഹത്തോടെ സംസാരിക്കാൻ കുറവാണ്. ഉമ്മാൻ്റെ വിചാരം എനിക്ക് സ്നേഹമില്ല എന്നാണ് തോന്നുന്നത്. പക്ഷെ എനിക്കുള്ളിലും ഒരുപാട് സ്നേഹമുണ്ട്. അങ്ങനെ ഞാൻ എത്ര ദേഷ്യപ്പെട്ടാലും അതൊക്കെ മനസ്സിലൊതുക്കിയിട്ട് സ്നേഹം മാത്രം തരുന്ന എൻ്റെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ഈ പാട്ട് ഞാൻ സമർപ്പിക്കുന്നു.
നൂർഷായുടെ പാട്ട് ഇഷ്ടപ്പെട്ടോ എന്ന് ഞാൻ പ്രത്യേകിച്ച് ഉമ്മയോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല. മുഖം കണ്ടാൽ അറിയാം ഇഷ്ടപ്പെട്ടു എന്ന്. നൂർഷ, നമുക്ക് വേദിയിലേക്ക് ക്ഷണിക്കണ്ടേ ഉമ്മയെ? ഉമ്മയ്ക്ക് വേണ്ടി പാടിയ പാട്ടല്ലേ, നമുക്ക് പോയി വിളിച്ചോണ്ട് വരാം. വേണ്ടിയിട്ട് പാടിയ പാട്ടായതുകൊണ്ട് ആദ്യം തന്നെ നമുക്ക് ഉമ്മയോട് ചോദിക്കാം. ഉമ്മയുടെ ജഡ്ജ്മെന്റ് പറയൂ. ഇങ്ങനെ ജഡ്ജ്മെന്റ് പറയാനുള്ള കഴിവൊന്നും എനിക്കില്ല, എങ്കിലും കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നി. ഇനി നമുക്ക് നൂർഷ എങ്ങനെ പാടിയെന്ന് ജഡ്ജസിനോട് ചോദിക്കാം. ഫിറോസിക്ക നന്നായി പറയും. ഇത് രാഘവ മാഷുടെ നമ്മൾ നേരത്തെ കേട്ടൊരു ഈണമാണ് അല്ലേ? പല പാട്ടുകളും അങ്ങനെ വരുന്നു എന്ന് ഞാൻ ഇനിയും ആവർത്തിക്കുന്നില്ല. അത് ഒരു ചീത്തക്കാര്യമോ മോശക്കാര്യമോ അല്ല. എടുക്കുന്ന ഈണം നമ്മൾ എഴുതിക്കപ്പെടുന്ന വരികൾക്ക് ചേരണമെന്ന് മാത്രമേ ഉള്ളൂ. ആ അർത്ഥത്തിൽ മോള് വിജയിച്ചു കേട്ടോ. KP കുട്ടി വാക്കാടിൻ്റെ വരികളാണ് അല്ലേ? KP കുട്ടി വാക്കാട് എന്ന് പറയുമ്പോൾ നമ്മൾ പറയേണ്ടതുണ്ട്, ഒരുപാട് പാട്ടുകൾ നമ്മുടെ കുട്ടികൾ തന്നെ അദ്ദേഹത്തിൻ്റെത് പാടിയിട്ടുണ്ട്. തോട്ടക്കാട്ടിലെ മുഹമ്മദ് കാക്കാൻ്റെ കൊമ്പം മീശ, റമദാനിലുണ്ടൊരു രാത്രി ദാസേട്ടൻ പാടി ഹിറ്റാക്കിയ ഗാനം തരംഗിണിയിൽ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ്. പിന്നെ രാഘവ മാഷ് എന്ന് പറയുമ്പോൾ ഞാനൊന്നും പറയാൻ അർഹനല്ല. എന്തൊരു ഈണമാണ് മോള്, എന്തൊരു ട്യൂണ്, വല്ലാത്തൊരു അനുപല്ലവിയുടെ ഒക്കെ ഒരു കോമ്പോസിഷൻ എന്ന് പറയുന്നത് ചിന്തിക്കാൻ വയ്യ, അത്ര അസാധ്യമായിരുന്നു. അത് ആ തിരിച്ചു വരുന്ന റൂട്ട് ഭയങ്കരമായിരുന്നു. അത് ചിലപ്പോൾ പ്രാക്ടീസ് കുറഞ്ഞൊക്കെ രീതിയിൽ പാടിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ പോകും അല്ലേ? മോൾക്ക് തോന്നിയിട്ടില്ലേ അങ്ങനെ? അങ്ങനത്തെ ഒരു ട്യൂണാണ് അല്ലേ? അതിൽ മോള് മനോഹരമായിട്ട് എഴുതിച്ചു. ഉമ്മ നൽകും അമ്മിഞ്ഞപ്പാൽ ജീവാമൃതമാണ് അല്ലേ? ആ ജീവാമൃതം നൽകുന്ന ഉമ്മയോടാണോ മോള് ദേഷ്യപ്പെടുന്നു എന്ന് പറയുന്നത്? അപ്പൊ ഇവിടെ നിന്ന് തിരുത്തപ്പെടണം. അത് ഈ പ്ലാറ്റ്ഫോം കൊണ്ട് അതുകൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാമായ ഉമ്മയുടെ റൗണ്ടിൽ ഉമ്മക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മനോഹരമായിട്ട് താങ്ക് യു ഫിറോസിക്ക. നജീമിക്ക. നൂർഷ, അസ്സലാമു അലൈക്കും. ഉമ്മയ്ക്കും അസ്സലാമു അലൈക്കും. വളരെ സന്തോഷം. ദേഷ്യക്കാരിയാണല്ലേ? എനിക്കും ദേഷ്യമാണ്. ഉമ്മയോട് ഇങ്ങനെ ദേഷ്യപ്പെടാനൊന്നും പാടില്ല. എൻ്റെ ഉമ്മ കേൾക്കുന്നില്ലല്ലോ, ഇവിടെ ഇല്ലല്ലോ. ഞാൻ ഭയങ്കര ദേഷ്യമാണ്. വീട്ടിൽ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത് എനിക്ക് തന്നെ അറിയില്ല. അത് കുഴപ്പമില്ല അമ്മ. ഉമ്മയ്ക്ക് എത്ര ദേഷ്യം വന്നാലും മകളറിയാൻ പറ്റും. അവരുടെ സ്നേഹം എപ്പോഴും ഉണ്ടാവും. അത് നമ്മൾ തന്നെ മനസ്സിലാക്കണം. ഇനി നമുക്ക് പാട്ടിലോട്ട് പോവാം. സൂപ്പർ സോങ് ആണ്. സോങ് സെലക്ഷൻ സൂപ്പർ ആയിട്ടുണ്ട്. അതാണ് ആദ്യത്തെ മാർക്ക്. ഈ പാട്ട് സെലക്ട് ചെയ്തത് രാഘവ മാഷിൻ്റെ പാട്ട്, ഇത്രയും മനോഹരമായ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് വളരെ താങ്ക്സ്. പിന്നെ വേർഡ്സ് ക്ലാരിറ്റി ഇത്തിരി കുറവായിരുന്നു. ഒരു കൺട്രോൾ നഷ്ടപ്പെടുന്ന പോലെ തോന്നി ചില സ്ഥലങ്ങളിലൊക്കെ. പിന്നെ ഇതിൻ്റെ രചന KP കുട്ടി സാറാണ്. അദ്ദേഹത്തിൻ്റെ ഇഷ്ടംപോലെ പാട്ടുകൾ തരംഗണിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം രചിച്ചിട്ടുണ്ട്. കുറെ നല്ല നല്ല ഗാനങ്ങൾ രചിച്ച ആളാണ്. അപ്പൊ അദ്ദേഹത്തിന്റെയും പാട്ട് സെലക്ട് ചെയ്തതിൽ വളരെ സന്തോഷം. ഓവറോൾ നന്നായിട്ടിരുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു നജിമിക്ക. സജിലത. ദേഷ്യക്കാരിയാണെന്ന് എനിക്കും തോന്നി. എന്താണെന്ന് അറിയോ, ഇന്ന് രാവിലെ തന്നെ എന്തെങ്കിലും രണ്ടാളും പ്രശ്നം ഉണ്ടായിരുന്നോ? ഞങ്ങളെ തമ്മിലല്ല, അവള് ഇങ്ങോട്ട് നേരം വൈകിയപ്പോ. പിന്നെ നൂർഷ പറഞ്ഞോ, അല്ല ഉമ്മ പറഞ്ഞോ, ഉമ്മയാണ് ഇപ്പോഴും വാരി കൊടുക്കാറല്ലേ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര മടിയാണ്. അപ്പൊ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമ്മ വാരി തട്ടാന്ന് വെച്ചപ്പോ അപ്പൊ ഓക്കെയാണ്. അപ്പൊ എത്രയും എന്നും കഴിക്കണേക്കാളും കൂടുതൽ കഴിക്കും. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. എനിക്കൊക്കെ ഒരു മോളായി, എന്നിട്ടും എൻ്റെ ഉമ്മ ഇപ്പോഴും എനിക്ക് വാരി തരാറുണ്ട്. അല്ല, ഉമ്മമാരുടെ കൈക്ക് ഒരു പ്രത്യേക സ്വാദാണല്ലേ. അത് ചെറിയ കുട്ടിയായിട്ട് തന്നെ തോന്നുള്ളൂ. അതെ. നജീബിന് വാരി തരാറൊന്നുമില്ല ഉമ്മ? നിനക്ക് വാരി തരാറൊന്നുമില്ലേ ഉമ്മ? സ്വന്തമായിട്ട് കഴിക്കാൻ ഉമ്മമാരുടെ കൈക്ക് പ്രത്യേക സ്വാദാണ് അല്ലേ ഫിറോസ്ക? പാട്ടേ ഉള്ളൂ, ബാക്കി എല്ലാം കളിക്കുട്ടിയാ. പറയുന്നൊന്നും നോക്കണ്ട. ഉമ്മയുടെ കളിക്കുട്ടി എന്നൊക്കെ പറഞ്ഞാല്
നൂർഷ നന്നായിട്ട് പാടി കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. നല്ലൊരു സോങ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. 2-3 സ്ഥലങ്ങളിൽ മാത്രമേ എനിക്ക് ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളൂ. ഒരു കൺട്രോൾ കുറവ് മാത്രം. പിന്നെ ലാസ്റ്റ് പല്ലവിയിൽ ചെറിയൊരു സ്ക്രാച്ച് തുടക്കത്തിൽ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു പ്രശ്നങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. നന്നായി തന്നെ പാടിയത്. താങ്ക് യു സജ്ലത. ഇവിടെ നമ്മുടെ ജഡ്ജസ് എല്ലാവരും ഒരുപോലെ പറഞ്ഞത് സെലക്ഷൻ നന്നായിരുന്നു എന്നാണ്. ആരാണ് സെലക്ട് ചെയ്തത് പാട്ട്? ഉപ്പയാണ് സെലക്ട് ചെയ്തത്. ആഹാ. ഇനി നമുക്ക് നൂർഷയുടെ മാർക്സിലേക്ക് പോകാം. ഫിറോസിക്ക 37.5. നജീമിക്ക 27. താങ്ക് യു നജീമിക്ക. സജ്ലത 28. നൂർഷയുടെ ടോട്ടൽ മാർക്സ് 92.5 out of 100. നൂർഷയുടെ സ്നേഹമൊക്കെ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് കാണിച്ച് ഉമ്മയോട് പാട്ടൊക്കെ പാടി നല്ല മാർക്സ് ഒക്കെ മേടിച്ചു. ഒരു ഗിഫ്റ്റ് ഉണ്ട് നൂർഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ ഗിഫ്റ്റ് ഉമ്മ കൊടുക്കുന്നതായിരിക്കും. ഈ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് H2O കാഷ്വൽ ഷർട്ട്സ്.